1.2 ലിറ്ററിലേക്കാണ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 19 1.2 അല്ലേ? 19 1.2 VXI വണ്ടി. ഇത് നമുക്ക് 6,25,000 കുറയും. 20 ഓട്ടോമാറ്റിക്. 20 ഓട്ടോമാറ്റിക് AMT ഓട്ടോമാറ്റിക് 620 അല്ലേ? ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1,75,000 കുറയും. 1.75 2012 535. നല്ല പ്രൈസാ അല്ലേ? ഒട്ടും കൂടുതലല്ല. ഒരു അപാകതയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. നല്ല വണ്ടി. കൂടുതലല്ല, മാക്സിമം ഫുൾ ലോൺ കിട്ടും അല്ലേ? ഫുൾ ലോൺ കിട്ടും. ഇത് നമുക്ക് 4,25,000 കൊടുക്കും. 425 2021 ഉണ്ട്. 21 ആണല്ലേ? നമ്മുടെ പെരുമ്പാവൂര് സ്ഥിതി ചെയ്യുന്ന, അതായത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന കാർഫോർട്ടിയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികൾ നിരത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10-60 വണ്ടികളുണ്ട്. നമ്മൾ ഇവരെ ഒരുപാട് നാളുകളായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 മാസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഷോറൂമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ ഇപ്പോൾ നമ്മുടെ അങ്കമാലി ടു പെരുമ്പാവൂർ വരുമ്പോൾ ആ ഹൈവേ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ടുള്ളത്. വിശാലമായ ഷോറൂമാണ്. വിശാലമായിട്ട് ഒരുപാടധികം വണ്ടികൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളതും അതുപോലെ തന്നെ മോഡൽ കൂടിയതും നിങ്ങൾക്ക് ഫുൾ ഓണിലൊക്കെ കിട്ടുന്ന ഒരുപാട് വണ്ടികളുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെന്തായാലും നോക്കിക്കോളൂ. ആരെങ്കിലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ബാദുഷയുടെ കൂടെ നമുക്ക് വേഗം കുറച്ച് വണ്ടികളൊന്ന് കാണിച്ചു തരാം. രാത്രി 12 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത്രയും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ലേശം ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല, വണ്ടികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഓവർ ഇന്റീരിയർ ഒന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. എന്തെങ്കിലും സംഭവം കൂടുതൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ എന്തായാലും ബാദുഷേ, നമ്മുടെ കാർഫോർട്ടിയിലെ രണ്ടാമത്തെ എപ്പിസോഡാണല്ലേ? രണ്ടാമത്തെ എപ്പിസോഡ് മാക്സിമം ഉപകാരപ്പെടുന്ന വണ്ടികൾ അതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. തുടങ്ങില്ല നമ്മൾ? പിന്നെ തീർച്ചയായും സ്പെഷ്യൽ വിലയ്ക്ക് മാക്സിമം വില കുറച്ച് വില കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അവർ തീരുമാനിച്ചോളൂ, നമ്മൾ പറയണ്ട. പിന്നെ അപ്പോൾ എന്തായാലും ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തന്നാണ്. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഇവിടെ ഒരു 10-30 വണ്ടികൾ ബാക്കിയുണ്ട് അല്ലേ? വണ്ടികൾ കയറാനും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഏത് വണ്ടിയുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കാറ്റലോഗ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരും. ഈ കിടക്കുന്ന ഏത് വണ്ടിയുടെ നമ്പറോ വീഡിയോയോ എന്തെങ്കിലും തന്നെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ, ചെയ്തു തന്നേക്കാം. ബാക്കിയുള്ള ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഞാൻ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ ഇന്ത്യയിൽ ഒന്നും ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇന്ത്യയിലൊക്കെ വേണമെങ്കിൽ കസ്റ്റമറിന് നമുക്ക് അയച്ചു കൊടുക്കാമല്ലോ. ഒന്ന് വിളിക്കുമ്പോൾ അയച്ചു കൊടുത്താൽ കേട്ടോ. അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു വാഗണറാണ്. 2019 1.2 ലിറ്ററിലേക്കാണ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 19 1.2 അല്ലേ? 19 1.2 VXI വണ്ടി. ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം വണ്ടി നല്ല നീറ്റ് ആണ്. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും തന്നെ കേറിയിട്ടില്ല. ഞാൻ എന്റെ ഗ്യാരണ്ടി കൊടുത്തേക്കാം. അതാണ്. അപ്പോൾ എടുത്തോണ്ട് പോകുന്ന ഒരാൾക്ക് ഒരു ടെൻഷനും വേണ്ട. കാരണം ഇവിടെ ഇത് കസ്റ്റമറുടെ വണ്ടിയാ. ഇവിടെ ഈ കസ്റ്റമറെ RC ഓണർ ആരും കാണല്ല, എന്നെ കാണുള്ളൂ. ഇപ്പൊ എന്ത് കുറ്റം വന്നാലും എന്റെ അടുത്താണ് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുടെ അടുത്താണ് ചോദിക്കുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഗ്യാരണ്ടിയിൽ ഞാൻ 2019 സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ അപ്ഡേറ്റ് ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടി. ഇതിപ്പോ പിന്നെ കിലോമീറ്റർ എത്ര? 60,000 സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം. ഒരു തട്ടോ മുട്ടോ റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അടിപൊളി. എന്ത് വിലക്ക് കൊടുക്കും നമ്മള്? ഇത് നമുക്ക് 4,80,000 കൊടുത്തേക്കാം. 480 നെഗോഷ്യബിൾ ആവോ? 5,000 രൂപ കുറിച്ച് അതാണ്. 4,80,000 രൂപ നെഗോഷ്യബിൾ ആക്കാം. ഫുൾ ഓൺ അല്ലേ? വാഗനർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം റീസെയിൽ വാല്യൂ മാത്രമല്ല എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1.2 ആറുണ്ട്, അത്യാവശ്യം മൈലേജും പുള്ളിങ് എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ AMT ഓട്ടോമാറ്റിക്. ഇഷ്ടം പോലെ എൻക്വയറി വന്നാണ് കഴിഞ്ഞ ദിവസം വന്നുള്ളൂ വണ്ടി. മോഡൽ ഏതാ? ഇപ്പൊ തന്നെ ഏകദേശം ഒരു പോസ്റ്റ് ചെയ്ത് നല്ല വിലയുണ്ട്. 2020 വണ്ടി. 20 VXI. അത്യാവശ്യം നീറ്റ് വണ്ടിയല്ലേ? നീറ്റ് വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ അപാകതയും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. പിന്നെ ബമ്പർ ഫ്രണ്ട് മാറിയേക്കണം. അതൊക്കെ നോർമൽ ഫൈബർ പാർട്സ് അല്ലേ? പറയേണ്ട കാര്യങ്ങളാണ്. പറയണ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഗ്ലാസ്സിൽ കാര്യങ്ങളെല്ലാം നമ്പർ കാര്യങ്ങളെല്ലാം തന്നെ കയറി നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അടിപൊളിയാണ്. ഇത് നമുക്ക് എന്തുവരെ കൊടുക്കാം? ഇത് നമുക്ക് 6,25,000 കുറയും. 20 ഓട്ടോമാറ്റിക്. AMT ഓട്ടോമാറ്റിക് 620 അല്ലേ? 2018 നമ്മൾ കൊടുത്ത 6,10 15 ഡയറക്റ്റ് കസ്റ്റമറുടെ വണ്ടി. അതെ, നെഗോഷ്യബിൾ ആവൂലേ? ഇനി തന്നെ ഉറക്കണ എന്തെങ്കിലും കുറച്ച് കൊടുക്കണം, ചെയ്ത് കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ക്വാളിറ്റി ഉള്ള വണ്ടി മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇഗ്രീസ് ആണെങ്കിലോ ഇത് വരുമ്പോ 2018 വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡെൽറ്റ ആണ് വേരിയന്റ് തന്നെ. സ്റ്റിയറിംഗ് കൺട്രോളും മറ്റേ നമ്മുടെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ. ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുക. എയർ ബാഗ് അടക്കം കയറി തന്നെ വണ്ടി. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ക്വാളിറ്റി തന്നെ പറയാം. കിലോമീറ്റർ ഏകദേശം 90,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 90 ഓടിയില്ലെങ്കിൽ പറയാനേ ഇല്ല. വില എന്തുണ്ട്? ഇത് നമുക്ക് 4,65,000 ലാസ്റ്റ് വണ്ടി. 2018 ഡിസംബർ അല്ലേ?
4,25,000 രൂപ, 65,000 രൂപ നെഗോഷ്യബിൾ ആവൂലേ? എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, നല്ല മോശമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള, അതെ, വൃത്തിയുള്ള വണ്ടിയാണ്. വരുന്നവർ ഹാപ്പി ആയിട്ട് വിടാവുള്ളൂ, അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഈ കേട്ടൻ ഏതാ മോഡല്? കേട്ടൻ വരുമ്പോ 2012 സിംഗിൾ ഓണർ വണ്ടിയാണ്. 12 മോഡൽ അല്ലേ? 70,000 കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുള്ളൂ. 70 അല്ലേ? NRI കസ്റ്റമർ ആണ്. ഇവരെ വീടിന്റെ അടുത്ത് നമ്മളൊരു വണ്ടി കൊടുത്തപ്പോ ഞാൻ ആ ഡെലിവറി കൊടുക്കാൻ പോയ ടൈമില് എനിക്ക് തന്നു കിട്ടാം. ശരി, അപ്പൊ ആദ്യമൊന്നുമില്ലല്ലോ, ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും നിലവിൽ കയറിയിട്ടില്ല. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1,75,000 രൂപ കൊടുത്തത്. 1,75 2012 1000 cc അല്ലേ? കിലോമീറ്റർ എത്രയായിരുന്നു? 70,000 കിലോമീറ്റർ. ജെനുവിൻ ആണല്ലോ അല്ലേ? ഞാൻ ജെനുവിനാന്നുള്ള ഞാൻ എന്റെ രീതിക്ക് എഴുതി കൊടുത്തത്, കാരണം കസ്റ്റമർ അത്രയും കണ്ടീഷൻ പറഞ്ഞു. ശരി, എന്നാലും മോശമൊന്നുമില്ല, ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഐറ്റന്റിയോ? 2020 മോഡൽ അല്ലേ? സിംഗിൾ ഓണർ, അടിപൊളി. പെട്രോൾ 6,000 കിലോമീറ്റർ പെട്രോൾ, മാഗ്ന ഓപ്ഷനിലാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആണ്. വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്റീരിയർ ആണ്. ക്വാളിറ്റിയുള്ള സീറ്റ് കവർ, അതുപോലെ നല്ല കംഫർട്ടും കാര്യങ്ങളും. 2020 5-ാം മാസം വണ്ടിയാണ്. ഒന്നാമത് ഞാൻ ഇന്റീരിയർ കാണിക്കാത്തത്, സീറ്റ് കവറൊക്കെ എല്ലാം നല്ലതാണ്, പക്ഷെ ഇരുടായതുകൊണ്ട് ഇന്റീരിയർ വൃത്തിയാവൂല, ലാഗാവും, കസ്റ്റമർ തന്നെ ബുദ്ധിമുട്ടാവും. കാരണം വീഡിയോ ഈ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം കാണിച്ചു. എന്തായാലും ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ അതിന്റെ ഫോട്ടോ ചോദിക്കും, എന്തായാലും ചോദിക്കും, ഫോട്ടോ നമ്പർ കാര്യങ്ങൾ എന്തായാലും ചോദിക്കും, നമ്മൾ കൊടുക്കും വേണം. ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുത്തേ കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും 20 മോഡൽ ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടി എന്ത് വിലക്ക് കൊടുക്കും? 5,35,000 രൂപ. 5,35,000 നല്ല പ്രൈസ് അല്ലേ? ഒട്ടും കൂടുതലല്ല, ഒരു അപാകതയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നല്ല വണ്ടി. കൂടുതലല്ല, മാക്സിമം ഫുൾ ലോൺ കിട്ടും അല്ലേ? ഫുൾ ലോൺ കിട്ടും. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? 2022 മോഡൽ എക്സ്പ്രസോ VXI വണ്ടി. 22 എക്സ്പ്രസോ ആണ് അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടയർ, പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ്. അതുപോലെ ഇൻബിൽഡ് സെറ്റ്, ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യുന്ന സെറ്റ് ആണ്. 60,000 കിലോമീറ്റർ അപ്ഡേറ്റ്, ഫുൾ ഷോറൂം സർവീസും ഉണ്ട്. വിലയോ? വില നമുക്ക് 4,25,000 രൂപ. 4,25,000 2022 വണ്ടി. 22 അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. അത് നിങ്ങൾക്ക് മാക്സിമം ലോൺ കയറും, ഫുൾ ലോൺ കയറും, ഫുൾ ലോൺ തന്നെ കയറും. അതേപോലെ സെലേറിയോ കിഡിലൊരു സെലേറിയോ 2021 മോഡൽ, 21 ലാസ്റ്റാ, ഡിസംബർ മോഡലാണ്. ന്യൂ ഷേപ്പ് അല്ലേ? ഓണർ വണ്ടിയാണ്, മാനുവലാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫാമിലിക്കൊക്കെ 0 മെയിൻ്റെനൻസ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. അതല്ലേ? അതേപോലെ തന്നെ നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതൊന്നുമില്ല, ഒരു റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറയും. അതാണ് ഇത്. ഞാൻ പറയണേ കണക്ക് കൂട്ടണ്ട, ഏതൊരാള് സെക്കൻഡ് വണ്ടി എടുക്കാൻ വരുമ്പോ വണ്ടി വന്ന് ചെക്ക് ചെയ്യും. എന്റെ അടുത്താണെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യും. എന്ത് വില വരും? ഇത് നമുക്ക് 4,25,000 രൂപ. 4,25,000 2021 വണ്ടി. 21 ആണല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് വരുമ്പോ AMT ഓട്ടോമാറ്റിക് വാഗനർ. AMT ആണ്. മോഡലോ? 2018 വണ്ടി. ഏകദേശം 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 88. സിംഗിൾ ഓണർ ആണ്. VXI ആണ്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഒന്നുമില്ല. കസ്റ്റമർ ചെക്ക് ചെയ്തോട്ടെ, ഒരു ഗ്ലാസോ കാര്യങ്ങളൊന്നും പാടില്ല. 88,000 സർവീസ് ഉള്ള വണ്ടിയാണ്. എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് 4,75,000 രൂപ കൊടുക്കാം. 4,75 അല്ലേ? അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് റേറ്റ് മാറുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി വന്ന് കസ്റ്റമർ ചെക്ക് ചെയ്തോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല. അത് മാക്സിമം കുറച്ചും കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും ചെയ്ത് കൊടുത്തേക്കാം. പഴയ ഷേപ്പും ഉണ്ട്, പുതിയ ഷേപ്പും ഉണ്ട്. ഇതാണെങ്കിലോ? ഇത് വരുമ്പോ CNG ആണ്. 30 കിലോമീറ്റർ മൈലേജ് അല്ലേ? 2019 വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ ഏകദേശം 90,000 കിലോമീറ്റർ ആയിട്ട്. 90 ഓടിയിട്ടുണ്ട്. CNG ഒന്നും പറയാനില്ല, മൈലേജ് ഉള്ളതുകൊണ്ട് മൈലേജ് ഉണ്ട്. എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടോ? പിന്നെ ടാക്സി പെർമിറ്റ് കാര്യങ്ങളൊന്നും അല്ല. 19 ടാക്സി പെർമിറ്റ് കാര്യങ്ങളൊന്നും അല്ല. ഫാമിലി യൂസിന് വേണ്ടി അവരെടുത്ത് അവർ ഉപയോഗിച്ച വണ്ടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് വർക്കോ കാര്യങ്ങളൊന്നും കയറിയിട്ടൊന്നുമില്ല. വേറെ അപാകതമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, വേറെ ഒന്നും. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4,60,000 രൂപ കൊടുക്കാം. 4,60 CNG. ഒരു 5,000 രൂപ കുറച്ച് കൊടുക്കാം. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ CNG കിറ്റിന് മാത്രം 10,000 രൂപ വിലയില്ലേ? പിന്നെ ഇത് കമ്പനി തന്നെ ചെയ്താ? ഇത് കമ്പനി ചെയ്താ. അപ്പൊ വേറെ അപാകതയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, 4,65 4,55 അല്ലേ? 4,55 കൊടുക്കാം. ഇത് 60 ഫയലിൽ പറഞ്ഞാൽ 55 രൂപ കൊടുക്കും. ഇനി കുറച്ച് ചോദിക്കരുത്, കാരണം കസ്റ്റമർ നമ്മളിപ്പോ പറയുന്ന രീതിക്ക് കസ്റ്റമറോട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര നമുക്ക്, കാരണം നമ്മുടെ ഒരു മൈൻഡ് അനുസരിച്ച് വർത്താനത്തിൽ നമുക്ക് ചാടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നിയ ഒരു വിലയും കൂടെ കുറച്ച് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കാറ്റലോഗ് തരുമ്പോ അതിനകത്തുള്ള റേറ്റ് ഞാൻ പറഞ്ഞ റേറ്റ് തന്നിട്ട് അപ്പോൾ വ്യത്യാസം. അതാണ്. ഇനിയിപ്പോ ഇത് ഏതാ മോഡല്? 2021 വണ്ടി. 21, അതായത് നിയോസ് ആണ് അല്ലേ? നിയോസ് ഫുൾ ഓപ്ഷൻ ആണല്ലോ. കാപ്പ എഞ്ചിന്റെ സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ്. സ്പോർട്സ് ആയിട്ട് ഒരു അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അല്ല, ഒരുവിധം എല്ലാം ഉണ്ട്. ബട്ടൺ ഷാട്ട് വെച്ച് ബാക്കി എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. അലവിൽ എടുക്കുന്നുണ്ട്. ക്യാമറ, സീറ്റ് കവർ, പ്രൊജക്ടർ എല്ലാം മുതൽ എല്ലാ സാധനം ഉണ്ട്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഓണർ വണ്ടി 15,000 കിലോമീറ്റർ. മോഡൽ ഏതാണ്? 2021. മാനുവൽ അല്ലേ? മാനുവൽ 15,000 കിലോമീറ്റർ. പുതിയ വണ്ടിയൊക്കെ എടുക്കുന്ന ലാഭത്തിൽ സുഖമായിട്ട് കൊണ്ടുപോകാം. എന്ത് വിലക്ക് കൊടുക്കും? ഇത് നമുക്ക് 5,25,000 രൂപ. 5,25 കൊടുക്കാം. എന്തെങ്കിലും കുറേ ഉണ്ടാവൂലേ? നെഗോഷ്യബിൾ ആയി കൊടുക്കാം അല്ലേ? ഫുൾ ഫിനാൻസ് കയറും. ഒരു ഡിസൈറും കൂടി ഉണ്ടല്ലോ. 2018
17 സിംഗിൾ ഓണർ വണ്ടി. 17 സിംഗിൾ ഓണർ നേവികാരന്റെ വണ്ടി കേട്ടോ. എത്ര ഓടി ഉണ്ട്? 90,000 കിലോമീറ്റർ അപ്ഡേറ്റ് ഫുൾ ഷോറൂം സർവീസ്. BXA അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാ അല്ലേ? നീറ്റ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒന്നും കയറിയിട്ടില്ല. 3 മാസത്തെ ലീവിന് വന്നിട്ട് 30,000 കിലോമീറ്റർ ഓടിച്ചു അയച്ചിട്ട് വിശ്വസിക്കും. അത് വിശ്വസിക്കാൻ പാടാ, എന്നാലും ഓടിച്ചിട്ടുണ്ടാവും. 3 മാസത്തെ ലീവിൽ നല്ല മൈലേജ് ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പക്ഷെ വണ്ടിക്ക് യാതൊരുവിധ അപാകത കാര്യങ്ങളും ഒന്നുമില്ല. ശരി, അപാര ക്വാളിറ്റിയുള്ള സീറ്റ് കവർ എല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ്. 4,75,000 ഫുള്ള് ഫൈനൽ കൊടുത്തോളാൻ പറഞ്ഞത്. 4,75,000. ഇനി എന്റെ വക എന്തെങ്കിലും ഞാൻ കുറച്ചും കൊടുക്കാം അല്ലേ? പിന്നെ ഫുൾ കവർ പുത്തൻ ഇൻഷുറൻസ് തന്നിട്ടാണ് പുള്ളി ഇവിടെ തന്നേക്കുന്നത്. ശരി, 4,75,000 നിങ്ങൾക്ക് 2017 ലോ കിലോമീറ്റർ 17 ലോ കിലോമീറ്റർ അത്യാവശ്യം നല്ല റെഡ് കളറിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്വിഫ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുതലാണ്. സ്ത്രീകളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ഒരു ഡീസൽ എടുത്തതാണ്. 2019 ഞാൻ എടുത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇത് മോഡൽ ഏതാ? ഇത് 2018 പെട്രോൾ. 18 പെട്രോൾ സെക്കൻഡ് ഓണർ വണ്ടി. 3,000 കിലോമീറ്റർ BXA അല്ലേ? 4 പുത്തൻ ടയർ, പുതിയ സീറ്റ് കവർ. എന്തെങ്കിലും അപാകത ഉണ്ടോ? റീപ്ലേസ് വർക്ക് ഒന്നും കയറിയിട്ടില്ല. ചെറിയ ഒരു മൈനർ സ്ക്രാച്ച് ആ ഡോറിന്റെ അവിടെ കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ക്ലിയർ ചെയ്യാവുന്നല്ലോ. ഡോറൊന്നും മാറിയിട്ടോ, റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഒന്നും മാറി. 18 ലോ കിലോമീറ്റർ 60 ഓടില്ലോ, റീപ്ലേസ് ഇല്ല അല്ലേ? ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇത് KL 11BL 5529. ശരി, എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 5,35 കസ്റ്റമർ ചോദിച്ചു. 10,000 കുറച്ച് 5,15 ലക്ഷം രൂപ കൊടുക്കും. 5,15 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 18 വണ്ടി. 4 പുത്തൻ ടയറും ടയർ ഭാഗം ഓയിൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട, എല്ലാം ചെയ്തിട്ടാണ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? എന്തായാലും മോശമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു നെക്സോൺ ഫുൾ ഓപ്ഷൻ വണ്ടി, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി. അതെ, ബോഡി ക്വാളിറ്റിയിലും ബോഡി സേഫ്റ്റി കൊണ്ടും. പെട്രോളാ? പെട്രോൾ. ഇത് മോഡൽ ഏതാ? 2020 വണ്ടി. 20 അല്ലേ? ഇത് XZ+ ആണോ പ്ലസ് ആണോ? ഏറ്റവും മറ്റേ ഓട്ടോമാറ്റിക് അല്ലല്ലോ? അല്ലല്ല, മാനുവൽ. അപ്പൊ XZ+ അല്ലേ? അലോയ് വീൽസ് വരുന്നുണ്ട്. അലോയ് വീൽസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, റിവേഴ്സ് ക്യാമറ, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കമ്പനി സർവീസ് ഉണ്ട്. ഷോറൂം സർവീസ്. പക്ഷെ നല്ല യാത്രാസുഖം കിട്ടണ വണ്ടി. ഞാൻ കുറച്ച് ദിവസം ഒന്ന് കറങ്ങി നടന്ന വണ്ടി. 20 മോഡൽ അല്ലേ? 20 മോഡൽ. എന്ത് വിലയുണ്ട്? 5,85,000 രൂപ. 5,85,000 കൊടുക്കാം. എന്തെങ്കിലും നെഗോഷ്യബിൾ ആവുമോ? അത് കുറച്ചായിട്ടേക്കണം. ഏകദേശം ഇതിന്റെ ബേസ് മോഡൽ വണ്ടിക്ക് 6,635 റേറ്റ്. വേറെ കേസ് ഉണ്ട്. 20 വണ്ടിയാണ് നമ്മൾ 5,85,000, അതും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ബേസ് മോഡലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 6,635 റേറ്റ് ഉണ്ട്. ഓരോരുത്തർ ഇട്ടാണ്. XM ആണ് ബേസ് മോഡൽ. അതിന്റെ റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പക്കാ കസ്റ്റമർ എടുക്കാം. ഒരു അപാകത കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ എന്റെ എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ 5,85,000 നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടോ? അതുപോലെ തന്നെ അമേസും കൂടി ഉണ്ടല്ലോ. സെഡോൺ ടൈപ്പ് വണ്ടി 2018 ലാസ്റ്റ് ആണ്. സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 88,000 കിലോമീറ്റർ ഷോറൂം സർവീസ്. 88 അല്ലേ? 88 കിലോമീറ്റർ മീറ്ററിൽ ഏകദേശം 82, 83 വരെ ഷോറൂം സർവീസ് ഉണ്ട്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എടുത്തോട്ടെ. യാതൊരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 5,20,000 രൂപ. 5,20. 2018 കിലോമീറ്റർ എത്ര? 88,000 അല്ലേ? മോശമൊന്നുമില്ല. പെട്രോൾ ആണ്. അത്യാവശ്യം നല്ല യാത്രാസുഖവും കാര്യങ്ങളും കിട്ടുന്നത്. ഹോണ്ടയുടെ വണ്ടിയിലൊക്കെ യാത്രാസുഖം കിട്ടുന്ന വണ്ടിയാണ്. 5,20,000. 5,20 അല്ലേ? അടിപൊളി. 5,70 അല്ല, 5,20. ഇത് ഏതാ മോഡല്? സിറ്റി 2014. നല്ല വൃത്തിയുണ്ടല്ലോ. 50,000 കിലോമീറ്റർ. പെട്രോൾ ആയിരിക്കും അല്ലേ? എസ് മിഡിൽ ഓപ്ഷൻ വണ്ടി. SMT. സിംഗിൾ ഓണർ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ താഴെയാണ് ഓടിയിട്ടുള്ളൂ. ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. സ്പെയർക്ക് സർവീസ് ബുക്ക് അടക്കം കൊടുത്തേക്കാം. എന്തെങ്കിലും ആക്സിഡന്റ് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും കയറിയിട്ടില്ല. റീപെയിന്റ് വർക്കുകളാണെങ്കിലും മേജർ ആയിട്ടൊന്നും കയറിയിട്ടൊന്നുമില്ല. കണ്ടാൽ തന്നെ ഏതൊരു കസ്റ്റമർ വന്നാലും വണ്ടി വൃത്തിയുണ്ട്. 14 പക്ഷേ നല്ല നീറ്റാ അല്ലേ? എന്ത് വിലയുണ്ട്? ഒരുപാട് പേരൊന്നും ചോദിക്കണം കിലോമീറ്റർ ജെനുവിൻ ആണോ. സർവീസ് ബുക്ക് അടക്കം ഇരിപ്പുണ്ട്. വണ്ടി നമ്പർ എടുത്തോ. എടുത്തോ. ശരി, ഇതിപ്പോ എന്താ വില? ഇത് നമുക്ക് 4,45,000 രൂപ കൊടുത്തത്. 4,45. നല്ല കിലോമീറ്റർ ആണ് കേട്ടോ. ആ ഒരു ഇത് കസ്റ്റമറുടെ വണ്ടിയാണ്. അല്ല, അതിപ്പോ നോർമലി ഒരു സ്വിഫ്റ്റിന്റെ വിലയല്ലേ ആയുള്ളൂ അല്ലേ? 14 അല്ലേ? 14. മോശമൊന്നുമില്ല. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2020 പോളോ. 20. അത് കപ്പഡിഷൻ അല്ലേ? കപ്പഡിഷൻ സെപ്പറേറ്റ് ഒരു വേരിയന്റ് വരുന്ന, അതായത് സ്വിഫ്റ്റിലൊക്കെ ലിമിറ്റഡ് എഡിഷൻ പറഞ്ഞ പോലെ തന്നെ. അതെ. വേറെ റീപ്ലേസ് വർക്കുകളോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി. പെട്രോൾ അല്ലേ ഇത്? പെട്രോൾ 1 ലിറ്റർ വണ്ടിയാണ്. 16 കിലോമീറ്റർ മൈലേജ് കിട്ടും. റീപ്ലേസും ഇല്ല. 20 മോഡലാണ് അല്ലേ? എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 4,85,000 രൂപ. 4,85,000 20 മോഡൽ വണ്ടി. 1 ലിറ്റർ വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. എടുത്തു. 4 അപ്പോളോ ടയറും കാര്യങ്ങളെല്ലാം. അപാകത ഇല്ല എന്നുള്ള ഉറപ്പാണല്ലോ അല്ലേ?
ശരി, അപ്പൊ എന്തായാലും ഇതാ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഇതേ മോഡൽ. ലാസ്റ്റത്തെ വണ്ടി 2015 i20 സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണത്. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാ, ഒരു അപാകതയും കാര്യങ്ങളൊന്നുമില്ല. 15 അല്ലേ? 15 മാഗ്ന ഓപ്ഷനിലെ വണ്ടിയാണ്. സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 60,000 ഫുൾ ഷോറൂം. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി എടുത്ത് കൊടുത്തേക്കാം. അടിപൊളി. ഇതിന് വില കൂടി പറ. 4,35,000 രൂപ. 435. വണ്ടിയല്ല, 4,30,000 രൂപ. അതെ, മാക്സിമം കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇതാ ഈ ഷോറൂമിൽ ഇപ്പോൾ ഈ കിടക്കുന്ന മുഴുവൻ വണ്ടികൾ നമ്മൾ 2 എപ്പിസോഡിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ടത്, നിങ്ങൾ ബാദുഷാനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബലേനോ, കിഡ്, അതുപോലെ ഒരുപാട് വണ്ടികൾ കയറാണ്ട്. അതുപോലെ ഇന്ന് കയറാങ്ങനെ കിട്ട കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല, വൈകുന്നേരം വന്നോളൂ. 2016 മോഡലാണ്. വീഡിയോയും കാര്യങ്ങളൊക്കെ കയറണം. എന്തായാലും ബഡ്ജറ്റ് കുറഞ്ഞ് എടുക്കുന്നവർക്ക് ഉപകാരം, കാരണം നല്ല വണ്ടി കേട്ടോ, ഓടിക്കാനൊക്കെ പക്കാ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കോൺടാക്ട് ചെയ്യുമ്പോൾ നീ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുത്താൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർ 40 ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം വില കുറച്ച് കുറേ വണ്ടികളല്ലേ? അതെ, ഇഷ്ടപ്പെടണം. എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ വേറെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേ ബ്രോ. പെരുമ്പാവൂരിന്ന് എയർപോർട്ട്, അതായത് കോഴിക്കോട്, അങ്കമാലി എല്ലാ സ്ഥലത്തേക്കും പോണ റോഡില് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതായത് ഒന്നും പേടിക്കാനില്ല, പോലീസ് ക്വാർട്ടേഴ്സിന്റെ അടുത്ത്. അതായത് ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കി വന്നാൽ തന്നെ ജസ്റ്റ് കാണാൻ പറ്റും. തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ ടൗൺ എത്തനേക്കാളും 1 കിലോമീറ്റർ മുമ്പാണ്. ഇനിയിപ്പോ മൂവാറ്റുപുഴ, കോട്ടയം ആ ഭാഗത്തുനിന്ന് വന്നവരൊക്കെ ആണെങ്കിൽ ടൗൺ സിഗ്നൽ കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്, പ്രോപ്പർ ആയിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് ആണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതെ, അപ്പൊ നാളെ മുതൽ ഇനിയിപ്പോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനിയിപ്പോ കാർ 40 നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. ആര് വേണമെങ്കിലും എന്ത് വണ്ടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ. മാക്സിമം വീഡിയോയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ, പല വണ്ടിയുടെ നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ഹിസ്റ്ററി എടുക്കണമെങ്കിൽ എടുത്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തോ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.